ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ അരിയൊക്കെ കുതിർക്കാനൊക്കെ മറന്നു പോയാൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളത് അരിപ്പൊടി വെച്ചിട്ടാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പോളം അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടിയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് അധികമൊന്നും നമുക്ക് അപ്പം ഉണ്ടാവില്ല. ഒരു കപ്പ് വെച്ചിട്ട് ഇന്നിപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചധികം പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പോളൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് ഒരു കപ്പോളം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കപ്പ് ഉണ്ടല്ലോ, 250 ml കപ്പിന് 1/2 കപ്പോളം ചോറാട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ചോറ് വൈറ്റ് കളറിലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം നല്ല വൈറ്റ് കളർ തന്നെ നിൽക്കും. ഇനിയിപ്പോൾ മട്ടരിയുടെ ചോറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ ഈ ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ ഒട്ടിട്ട് കിടക്കൂല കേട്ടോ അടിച്ചെടുക്കുന്ന ടൈമിൽ. അപ്പോൾ ആദ്യം ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ ഒരു കപ്പോളം അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറഞ്ഞൊരു മധുരം ഉണ്ടാവും നമ്മുടെ ഈ ഒരു അപ്പത്തിന്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈസ്റ്റ് ഇടാൻ ഇഷ്ടമില്ലാത്തവരും ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കും ഞാൻ ലാസ്റ്റിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം നേരിയ ചൂടുള്ള വെള്ളം കേട്ടോ, നേരിയ ചൂടുള്ള വെള്ളം തന്നെ എടുക്കണേ. അതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ അടിഭാഗം അടിയാണ്ട് ഇങ്ങനെ കട്ട കുത്തിയിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നേരെ ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് പെട്ടെന്ന് ആയി കിട്ടുമല്ലേ. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് 1 കപ്പോളം വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടില്ല. അത്യാവശ്യം നല്ല കട്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രത്തോളം കട്ടി വേണ്ട, ഒന്നുകൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് മാവ് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം നേരെ ചൂടുള്ള വെള്ളം എടുക്കാം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൽ മാറ്റങ്ങൾ വരാം കേട്ടോ. ചിലപ്പം കൂടുതലായിട്ട് വരാം, ചിലപ്പം കുറവായിട്ടൊക്കെ വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമ്മുടെ ഒരു മീഡിയം രീതിയിലുള്ള തിക്നെസ് ആട്ടോ വേണ്ടത്. വല്ലാണ്ടൊക്കെ കട്ടിയും പാടില്ല, എന്നാലും വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് ഇതൊന്ന് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ മാവ് ഒന്ന് ആക്കിയെടുത്തിട്ടില്ല, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഒന്നത് കുറച്ച് ടൈം നമ്മൾ ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു ടൈം ആവുന്നതോട് കൂടിയിട്ട് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഇത്രത്തോളം വെള്ളം ഇതിൽ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഞാനിപ്പോൾ അതിലേക്ക് എടുത്തിട്ടുള്ളൂ. 1/4 കപ്പോളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 1/2 മണിക്കൂർ മാത്രം മതിയേ. ഇപ്പോൾ അതാ ഒരു 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതിയാവും. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം എന്നാലും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 2 പിഞ്ചോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ഈനോയുടെ ഫുൾ സോൾട്ട് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ അപ്പം ചുടുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നേരത്തെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് തൊട്ട് മുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലൊന്നും സ്പ്രെഡാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡാക്കി കൊടുക്കാം, നോൺ സ്റ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുന്ന ഒരു കട്ടിക്ക് നിൽക്കുന്ന രീതിയിൽ വേണ്ട നമുക്ക് ഒന്ന് മാവ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നന്നായിട്ടൊന്നങ്ങ് ബബിൾസൊക്കെ ഒന്ന് വരുന്നോട് കൂടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഒരു ഭാഗം മാത്രമേ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതാ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ നിന്ന് പതുക്കങ്ങ് എടുക്കാം. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഹോൾസൊക്കെ വന്ന് നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഓരോ തവിയായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അരിയൊക്കെ കുതിർക്കാൻ മറന്നാൽ രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്ക് ഇതിലേക്ക് ഏത് കറിയും എടുക്കാവുന്ന കേട്ടോ. ചട്നി ആണെന്നുണ്ടെങ്കിലും മീൻ കറി ആണെന്നുണ്ടെങ്കിലും ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും ഏത് മാച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.